ഏഷ്യാ കപ്പ് കലാശ പോരാട്ടം അല്പസമയത്തിനകം ആരംഭിക്കും. കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഭാരതം ചിരവൈരികളായ പാകിസ്ഥാനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ തകർക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഭാരതം. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏവരും കാത്തിരുന്ന സ്വപ്ന ഫൈനലിൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ UAE സമയം വൈകിട്ട് 6:30 ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. ഇപ്പോൾ കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മോടൊപ്പം കളി കാണാനെത്തിയ ഒരാളുണ്ട്. ചോദിക്കാം, വളരെ ആവേശത്തിലാണ്, നിരവധി ആൾക്കാരാണ് ഇങ്ങോട്ട് എത്തിയത്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഹലോ, യെസ്, ഞാൻ അബുദാബിയിൽ നിന്ന് വരുന്നതാണ്. ഇതുവരെ പാകിസ്ഥാൻ ഇന്ത്യയോട് ജയിച്ച ചരിത്രമില്ല. അതുകൊണ്ട് ഇന്ത്യ തന്നെ ജയിക്കും. നമ്മൾ അഭിഷേകും ശുഭം ഗില്ലും കളിച്ചാൽ മാത്രം മതി പാകിസ്ഥാനോട് ജയിക്കാൻ വേണ്ടി. എല്ലാവരും ആവേശകരമായ പ്രതീക്ഷയിലാണ്, ഇന്ത്യ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഏതായാലും ഇന്ത്യയുടെ മികച്ച വിജയം കാണാൻ എല്ലാവരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണികളെ അടക്കം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഏഷ്യാ കപ്പിലെ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രകടനത്തിലൂടെ ഫൈനലിൽ ഇന്ത്യ കപ്പടിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അതിനായി നിറഞ്ഞു കവിഞ്ഞ് ഇന്ത്യൻ ആരാധകർ ഇങ്ങോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഇന്ത്യൻ ആരാധകരാണ്. പാകിസ്ഥാൻ ആരാധകരെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇന്ത്യൻ ആരാധകരാണ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയുമായി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നത്. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് ഇവിടെ ഇന്നത്തെ മത്സരം നടക്കുന്നത്. കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് സ്റ്റേഡിയത്തിലേക്ക് കാണികളെ പ്രവേശിപ്പിക്കുന്നത്. ഏതായാലും ഇന്ന് ഇവിടെ 30,000-ഓളം പേർക്കാണ് കളി കാണാനുള്ള സൗകര്യമുള്ളത്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിയുമെന്ന് ഉറപ്പാണ് സ്റ്റേഡിയം. അതിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ആരാധകരായിരിക്കും. ഇവിടെ ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ഇവിടെയാണ്, ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ വർഷം തന്നെ കപ്പ് ഉയർത്തിയത്. ഇവിടെ ഏഷ്യാ കപ്പും ഇന്ത്യ ഉയർത്തുന്ന കാണാനായിട്ട് കാണികൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാനെ 3-ാം വട്ടവും തോൽപ്പിച്ച് ഇന്ത്യ കപ്പടിക്കുന്നത് നമുക്ക് കാണാം. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.